ഞാൻ ഗന്ധർവൻ എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമായിരുന്നു പത്മരാജൻ സാറിന്റെ മരണം സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഭ്രമയുഗം സിനിമ ഇറങ്ങിയതിന് ശേഷം അനന്തഭദ്രം സിനിമയുടെ ഡയറക്ടർ തന്നെ പറഞ്ഞിരുന്നു മമ്മൂക്കിക്ക് ഇനി എന്തോ പറ്റാൻ പോകുന്നുണ്ടെന്ന്. അദ്ദേഹം ഒരു പ്രൊഡക്ഷൻ നടത്തിയതുപോലെ വയ്യാതായി. ഇപ്പൊ ഒരുപാട് നാളിന് ശേഷം അദ്ദേഹം ഒന്ന് റിക്കവർ ആയിട്ട് വരികയാണ്. സാർ ഇങ്ങനെ അദ്ദേഹം പറഞ്ഞത് ചില സിനിമകൾ ചെയ്യുമ്പോൾ ചിലർക്ക് ചിലത് പറ്റിയേക്കാം എന്നൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ അതിലെന്തെങ്കിലും സത്യം ഉണ്ടെന്ന് ചില സിനിമകൾ മാത്രമല്ല, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ അത് സിനിമ ഒരു കാര്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു വീട് വയ്ക്കുന്നു, അപ്പം നമ്മളതിന് വാസ്തു വൈദഗ്ധ്യം വാസ്തുപുരുഷൻ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമുക്ക് കണ്ടിട്ടില്ലേ, വീട് വെച്ച് തലേ ദിവസം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഗൃഹനാഥൻ മരിച്ചു പോകുന്നു, ആറ്റുനോറ്റുണ്ടായ. അതുപോലെ വർഷങ്ങളായി കാത്തിരുന്ന ആറ്റുനോറ്റുണ്ടായ കൈക്കുഞ്ഞുമായിട്ട് അമ്പലത്തിൽ പോയി അവിടെ നമ്മുടെ ചോറൂണ് നടത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ ആ കുടുംബം മുഴുവൻ മരിച്ചു പോവുകയും കുട്ടി മാത്രം രക്ഷപ്പെടുകയും. അപ്പം ഇത് നമ്മളീ നിൽക്കുന്നത് ഒരു എനർജിയുടെ ലെവലിലാണ്. ഇപ്പം നിങ്ങളോട് അറിയാലോ, പ്രണയം പ്രേമം എന്നൊക്കെ പറയില്ലേ, അതിന് ഇംഗ്ലീഷിൽ നമ്മൾ ലവ് എന്ന് മാത്രമേ പറയൂ, പക്ഷെ പ്രണയവും പ്രേമവും രണ്ടാണ്. പ്രേമം എന്ന് പറയുന്നത് അതിന് വേറൊരു തലമാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ പ്രാണബന്ധമാണ്, പ്രാണനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇപ്പം നിങ്ങളും ഞാനും ഇങ്ങനെ ഇരിക്കുന്നു, നിങ്ങൾ എന്നെക്കുറിച്ച് പറയുന്നത് ബാലകൃഷ്ണൻ്റെ തടി കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഈ തടി എന്ന് പറഞ്ഞാൽ ഈ ശരീരം, ഈ തടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ കത്തിച്ച് കളയാനുള്ളത് എന്നാണ്. അതുകൊണ്ടാണ് പണ്ട് ഗുരുകുല സമ്പ്രദായ സമയത്ത് കുട്ടികളെ ഗുരുകുലത്തിലേക്ക് അയക്കുമ്പോൾ വീട്ടിൽ നിന്ന് അമ്മ ഒരു മരക്കഷ്ണം കൂടെ കൊടുത്തയക്കുമായിരുന്നു. അത് നിന്റെ ഈ ബോധം ഇത്രേ ഉള്ളൂ എന്ന് കാണിക്കാനാണ്. അതുപോലെ അവർ പലപ്പോഴും ഭസ്മക്കുറിയാണ് ഇട്ടുന്നത്, അത് അങ്ങനെയാണ്. അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ ഗുരുപത്നി ഈ അവരുടെ ഭർത്താവിൻ്റെ ശിഷ്യന്മാരെ ഒരിക്കലും തന്നെ പാല് വാങ്ങാനോ മുട്ടക്കോസ് വാങ്ങാനോ ഒന്നും പറഞ്ഞ് വായിക്കാറില്ല. അവർ നമ്മൾ കണ്ടിരുന്നതെല്ലാം തന്നെ ആപ്പിൾ വാങ്ങിക്കാനൊന്നും വിട്ടിട്ടില്ല, അവർ ഓറഞ്ച് വാങ്ങിക്കാനും വിട്ടില്ല. അവരെ വിട്ടിരുന്നെല്ലാം തന്നെ വിറക് കണ്ടിട്ടില്ലേ, വിറക് ശേഖരിക്കണം. ഈ വിറകെന്ന് പറയുന്ന ഒരു ബോധമാണ്, കത്തിച്ച് കളയാനുള്ള ബോധമാണ്. ഇപ്പം നമ്മൾ പറയുന്നില്ലേ, അപ്പോൾ ഈ നമ്മൾ ശിവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, അതാണ് എനർജി. ശിവം എന്ന് പറഞ്ഞാൽ ശിവനല്ല, ശിവം നമ്മൾ പ്രാണനെന്നോ ഓക്സിജൻ എന്നോ സോൾ എന്നോ വിളിക്കുക. എന്നിൽ നിന്ന് ശിവം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഞാൻ ശവമായി തീരും. അപ്പോൾ ഈ എനർജി ലെവലിലാണ് നമ്മൾ നിന്ന് പോകുന്നത്. ശവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കത്തിച്ച് കളയാൻ ഉള്ള എത്ര നമ്മളെന്താ പ്രണയ വിവാഹം കഴിയുന്നു, അല്ലെങ്കിൽ ബന്ധിതമായിട്ട് തന്നെ ഇത് ചെയ്യുന്നു, കല്യാണം കഴിയുന്നു, വളരെ സ്നേഹിച്ച് നിൽക്കുന്നു, അകാലത്തിൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ ഒരു മിനിമം ടൈം കഴിയുമ്പോൾ പറയും എപ്പോഴും എടുക്കുമെന്ന് ചോദിക്കും. കേട്ടിട്ടില്ലേ? അത് അത് അവരുടെ ദുഷ്ടലാക്കൊന്നുമല്ല അവർ ചോദിക്കുന്നത്. അങ്ങനെ പ്രകൃതിയുടെ ഒരു മഹാരഹസ്യം, ഇപ്പം ഞാനോ അങ്ങനെ തമ്മിൽ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ പ്രകൃതിക്കൊരു മഹാരഹസ്യമുണ്ട്, മനസ്സിലാവുന്നില്ല? ഈ മഹാരഹസ്യത്തിൽ ഒരു ബന്ധങ്ങൾ ഉണ്ടാകുന്നതും ബന്ധം വിച്ഛേദിക്കപ്പെടുന്നതും പ്രകൃതിയുടെ മഹാരഹസ്യമാണ്. പക്ഷേ ഈ പ്രകൃതിയുടെ മഹാരഹസ്യം നിലനിൽക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും കർമ്മബന്ധിതമായിരിക്കും.